വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് കർട്ടൻസൊക്കെ ഒന്ന് നീക്കി വെക്കുകയാണ്. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ രാവിലെ എണീച്ചിട്ട് പല്ലേക്കും. അപ്പോൾ പല്ലേക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചിക്കണം, കാരണം നമുക്ക് ഒന്നാമത് വ്ളോഗ് എടുക്കണം. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് മസാല ദോശയാണ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഞാൻ ഉണ്ടാക്കിയത് എന്നുള്ളത്. അത് കരിഞ്ഞതൊന്നുമല്ല, അതൊന്ന് നല്ല മൊരിയിച്ചെടുത്തതാണ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ബീഫ് കറി പിന്നെ ഇന്നലത്തതാണ്, അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അതിൻ്റെ കൂട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണ്. ഇനി അതിങ്ങനെ കയ്യിലിട്ട് ഉടക്കേണ്ട ഒരു പരിപാടിയും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ മസാല ദോശൻ്റെ കൂട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്തതാണ്. എനിക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ. അപ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കണം, പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കാൻ നല്ല മടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റായിട്ട് പോകുന്നത്. അപ്പോൾ സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചു. ടി വി ഒക്കെ കണ്ടിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ശീലമൊക്കെ ഉണ്ടോ ഗൈസ്? അപ്പോൾ ആ സമയത്തുണ്ടായ മൂവി പ്രേമമായിരുന്നു. അത് പിന്നെ എത്ര കണ്ടാലും മടുക്കൂല. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞു. അടുത്ത പരിപാടി ക്ലീനിങ് ആണ്. അപ്പോൾ ഓഫീസ് റൂമിൽ നിന്ന് തന്നെയാണ് തുടങ്ങണത്. അപ്പോൾ ക്യാമറ അടിക്കാക്കുന്നു, മോൾക്കാക്കുമ്പോൾ ക്ലീനിങ്. അപ്പോൾ ഇതുപോലെ ക്യാമറ അടിക്കാക്കി മോൾക്കാക്കുമ്പോൾ എല്ലാം ക്ലീൻ ആയിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു അല്ലേ? ഇത് നമ്മൾ പണിയെടുത്താലേ ഒക്കെ ക്ലീൻ ആവുള്ളൂ. അപ്പോൾ അടുത്തത് ബെഡ്റൂമാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ അടിക്കാക്കുന്നു, മോൾക്കാക്കുമ്പോൾ ഫുൾ ക്ലീൻ. നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ കാണാൻ. അങ്ങനെ ഈ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ അടിച്ചു വാരി അതൊക്കെ കഴിഞ്ഞിട്ടോ എല്ലാ റൂമും ക്ലീൻ ആക്കിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്കൊന്ന് ഫോൺ തോണ്ടണം, കുറച്ച് നേരം വെറുതെ ഇരിക്കണം എന്ന് വിചാരിച്ചപ്പോഴത്തേന് അടുത്ത പണിയും കിട്ടി. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം. വ്ളോഗ് എടുക്കുമ്പോൾ പിന്നെ നമ്മൾ നല്ല കുട്ടിയാണല്ലോ, അപ്പോൾ പറഞ്ഞ പണിയൊക്കെ ചെയ്ത് കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ ഇന്ന സോപ്പിടാൻ വേണ്ടിയിട്ട് മാങ്ങൊക്കെ കൊടുന്ന് വന്നിക്കണ തിന്നാൻ. അപ്പോൾ നമുക്ക് ആദ്യം അത് തിന്നതിന് ശേഷം ഇത് അരിഞ്ഞു കൊടുക്കാം. വെക്കേഷനൊക്കെ ആയിട്ട് എന്താ പണി ഗൈസ്? വീട്ടിലിരിക്കലാണോ അതോ പുറത്തേക്കൊക്കെ പോക്കുണ്ടോ? വീട്ടിലിരിക്കുകയാണെങ്കിൽ ഉമ്മമാർ നമുക്ക് എന്തെങ്കിലും പണി തരും. അപ്പോൾ പുറത്തേക്ക് പോണതാണ് എപ്പോഴും നല്ലത്. ഇങ്ങനത്തെ പണിയൊക്കെ, അതായത് കുറേ നേരമുള്ള പണിയൊക്കെ ഞാൻ ടി വിൻ്റെ മുന്നിൽ നിന്നാണ് ചെയ്യൽ. അപ്പോൾ പെട്ടെന്ന് കഴിയും. അങ്ങനെ ഈ പണിയൊക്കെ കഴിഞ്ഞു. അടുത്തത് നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം, ഇതിൻ്റെ പേര് അറിയാമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇത് മീഷോന്ന് വാങ്ങിയതാണ്. 100 സംതിങ് എത്ര ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ പൊട്ടത്തരം കാട്ടി, ഇങ്ങനെ കുറേ ദിവസമായി ഇതെടുത്തിട്ട്. ആദ്യം ഞാൻ അത് രണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ വെള്ളം നിറച്ചത്. പിന്നെയാണ് ഓർമ്മ വന്നത് ഇവിടെ ഒരു ഹോളുള്ള കാര്യം. അങ്ങനെ ആ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചു, ഫുള്ള് നിറച്ചു. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയർ ചെയ്യണത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ അതൊന്ന് കട്ടാവാൻ വേണ്ടിയിട്ട് ഞാനത് ഫ്രീസറിൽ വെച്ചിക്കണേ. അപ്പോൾ അത് കട്ടാവട്ടെ. അപ്പോഴത്തേന് നമുക്ക് വേറൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതൊരു മസാജറാണ്. ഇത് നമ്മളെ കൈ, ഫേസ് ഒക്കെ മസാജ് ചെയ്യാം. അപ്പോൾ അതിട്ട് കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്ത് ഫേസൊക്കെ ഒന്ന് നല്ലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു. ഫേസിലൊക്കെ മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖമാണ്. ഇത് എന്നൊന്നും ചെയ്യലൊന്നുമില്ല. ഇതിപ്പോൾ വ്ളോഗ് എടുക്കണോണ്ടും പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെയ്യല്ലാതെ എന്നും ചെയ്യലൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മീൻ മാന്തളായിരുന്നു. പിന്നെ ഇത് ഞാൻ അരിഞ്ഞ സംഭവമില്ലേ, മറ്റേ പച്ച വാഴക്കറ്റുള്ള സംഭവം, അങ്ങനെ ഈ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ സ്കിൻ കെയർ തന്നെയാണ്. ഫേസിലിടാനുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്തല്ലേ ഇങ്ങനത്തെ പണി ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണതായിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. എനിക്ക് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ വേണ്ടത് കോഫി പൗഡറാണ്. അത് 1 സ്പൂൺ എടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയ്ക്ക് ഇടാം. ഞാൻ 1 സ്പൂണാണ് ഇട്ടത്. അത് കാര്യമാക്കണ്ട, മൊബൈലിൽ നോക്കിയിട്ടപ്പോൾ താഴത്തേക്ക് പോയതാണ്. അടുത്തത് പഞ്ചസാരയാണ്. അത് സ്ക്രബ് ചെയ്യാൻ നല്ലതാണ് ഈ പഞ്ചസാര. അപ്പോൾ നമ്മളെ മുഖത്തുള്ളതൊക്കെ, അതായത് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഷുഗർ ഇടുന്നത്.
അടുത്തത് മഞ്ഞൾപ്പൊടിയാണ്. ഇത് പിന്നെ ഞാൻ ഓവർ ഇടാൻ പറയുന്നില്ല, കാരണം ഒരു നുള്ളിട്ടാൽ മതി. കൂടുതലിട്ടാൽ നമ്മളെ മുഖം നീറാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് തക്കാളിയാണ്. തക്കാളിൻ്റെ നീര് മാത്രം. തക്കാളി നമുക്ക് മുഖത്ത് വേണമെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്യാൻ എടുക്കാം. തക്കാളി നല്ലതാണ് മുഖത്തിന്. അപ്പോൾ തക്കാളിൻ്റെ നീര് നമ്മൾ ഇതിനെടുത്ത് പിന്നെ തക്കാളി നമ്മൾ നന്നായിട്ട് മുഖം ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കണ്. ഇത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് ചെറിയ തണുപ്പുണ്ടാവും, അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അടുത്തത് നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. അപ്പോൾ ഇതും നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 തുള്ളി അതൊക്കെ ഞാൻ ഒഴിക്കലുള്ളൂ. ഈ വീഡിയോ കാണുന്നിടയ്ക്ക് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒന്ന് തണുപ്പിച്ചിട്ട് മുഖത്ത് തേക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തേക്കണമെങ്കിൽ അങ്ങനെയും തേക്കാം. ഒന്നും കൂടി നല്ലത് ഒന്ന് തണുപ്പിച്ചിട്ട് മുഖത്ത് തേക്കണമാവും. അങ്ങനെ അതൊക്കെ തേച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴുകി കളഞ്ഞു. വൈകുന്നേരം ഈ ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു. സാധാരണ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് ഒന്നും എനിക്ക് പറ്റലില്ല, പക്ഷേ ഇതെന്തോ നല്ല രസമുണ്ട്. ഒരു മധുരമുണ്ട്, ഉപ്പുമുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ ചെടികൾ വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വേസിൻ്റെ അവിടെ ഒരു ഇത് വെച്ചിരുന്നു, ചെടി വെച്ചിരുന്നു. അപ്പോൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ മാത്രമല്ല അടുക്കളയിലും വെച്ചിരിക്കുന്ന ചെടി, അപ്പോൾ അതിനും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇതിന് പിന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നുണ്ട്, കാരണം 2 ദിവസം കൂടുമ്പോൾ ഒക്കെ ഒഴിച്ചു കൊടുക്കലുള്ളൂ വെള്ളം. എനിക്ക് ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ചെടികൾ വെക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തത് അടുക്കളയിലത്തതാണ്. അപ്പോൾ ഇതൊരു ചെറിയ പീസായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ വേരൊക്കെ വന്ന് ഒന്ന് വലിപ്പം വെച്ചിരിക്കണ്. മണ്ണൊന്നും ഇട്ടെടുക്കലില്ല ഇതിന് വെള്ളം മാത്രം. വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. ഇതൊന്നും എന്നും ചെയ്യലൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് മാത്രം, അതായത് ഇടയ്ക്കൊക്കെ ചെയ്യും, പിന്നെ വ്ളോഗ് എടുക്കുന്നതുകൊണ്ടും ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ അനിയനും കൂടി ക്യാരം ബോർഡ് കളിച്ചു. ഇതും അങ്ങനെ തന്നെ, അതായത് എപ്പോഴെങ്കിലും എടുത്താലായി. ആദ്യമൊക്കെ എന്നും കളിച്ചിരുന്നു, പിന്നെ ഇതിമക്ക് മെയിൻ ചെയ്യാതായി. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. പിന്നെ അപ്പുറത്ത് ലുഡോൻ്റെ ഉണ്ട്, അതും കുറച്ച് നേരം കളിച്ചു. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലുഡോ. അങ്ങനെ അതും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കളിച്ച്, പിന്നെ കുറച്ച് നേരം ഫോൺമേലൊക്കെ കളിച്ച്. ഇന്നിപ്പോൾ എന്താ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. വീട്ടിൽ ഉള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ ഞാൻ കുറേ കാലമായി വിചാരിക്കണ്, നമ്മളെ ടേബിൾ ഉണ്ടാവുമല്ലോ, ആ സ്റ്റഡി ടേബിൾ, അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന് വിചാരിക്കണം, കുറേ കാലമായി വിചാരിക്കണം. അപ്പോൾ അത് ഞാൻ ചെയ്തിക്കണ്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റായി, കാരണം ആ മേക്ക് ഓവർ വീഡിയോ എടുക്കാനും ഉണ്ടായിരുന്നു, പിന്നെ സംഭവങ്ങളൊക്കെ സെറ്റാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.